ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മേരി ജോസഫ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഫുൾ ക്ലീനിങ് ഡേ ആണ്. വീക്ക്ലി വൺസ് ക്ലീനിങ് ഡേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ വീടും പരിസരവും എല്ലാം നീറ്റാവും. ക്ലീനിങ്ങിൻ്റെ ഭാഗമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ അപ്സ്റ്റെയർ ഒന്ന് ക്ലീൻ ചെയ്തു. കറണ്ട് പോയേക്കും, അതുകൊണ്ടാണ് ലൈറ്റ് ഇല്ലാത്തത്. ഇനി ക്ലീനിങ് ഇൻ പ്രോഗ്രസ്. കിച്ചൺ, ടോയ്ലറ്റ്, ബാത്റൂം എല്ലാം ഇന്ന് ക്ലീൻ ചെയ്ത് ഒരു 2 hours ഇതൊക്കെ തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ തേങ്ങ, പാവം ഒറ്റ തെങ്ങ ഉള്ളത്, അത്യാവശ്യം തേങ്ങ കിട്ടുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് എണ്ണ ആട്ടിക്കുന്നുമുണ്ട്. ഫുൾ തികയില്ല, ഫുൾ ഉപയോഗത്തിനൊന്നും തികയില്ല. എങ്കിലും ഇത്ര നല്ല പോലെ ഈ തെങ്ങ് തരുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. ഈ തെങ്ങിൻ്റെ ചോടിങ്ങനെ കളച്ചിട്ട് കിങ്ങിണി ആട്ടിൻ കാഷ്ടം അതിൻ്റെ ചോട്ടിലിട്ടിട്ടുണ്ട്. അവർക്കും വേണ്ടേ ഹെൽത്തും വളവും ഒക്കെ. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടി നമ്മളും വളമൊക്കെ കൊടുക്കണം. അപ്പോൾ അവർ നല്ലപോലെ കായ തരും. പിന്നെ അവിടെയുള്ള മാവിൽ ഒരു മാങ്ങ ബാലൻസ് ഉണ്ട്. ഇനി പേരയ്ക്ക കായ്ച്ചിട്ടുണ്ട്. ചെടികളെല്ലാം, കുറച്ച് ചെടികൾ കൂടെ നല്ല ഐറ്റംസ്, ക്വാളിറ്റിയുള്ള ഐറ്റംസ് നോക്കി മേടിച്ച് വെക്കണം. പിന്നെ ഓവർ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാമ്പും ചേമ്പും നനയ്ക്കലും അതൊക്കെ ബുദ്ധിമുട്ടാണ്. വെരി ലിമിറ്റഡ് മാത്രം മതിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പാവം എൻ്റെ എർട്ടിക മഴ നനഞ്ഞ് കിടക്കുന്നു. സാരമില്ല എർട്ടികയെ, നമ്മൾ മഴയും വെയിലും ഒക്കെ തരണം ചെയ്യേണ്ട ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ഡോൺ വറി. നമ്മുടെ ഇന്നൊരു തെളിച്ചം കാണുന്നുണ്ട്. താങ്ക് ഗോഡ്. മുകളിലത്തെ സിറ്റ് ഔട്ടിൻ്റെ ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടണം. എനിവേ, കൃഷി ഇന്ന് പഞ്ചായത്തിലൊരു മീറ്റിംഗ് ഉണ്ട്. 3 PM ഗ്രാമസഭ. അതിൽ പോകണം. അതിലൊത്തിരി നല്ല നല്ല കാര്യങ്ങളുണ്ട്. നമുക്ക് കോഴി വളർത്തൽ, അലങ്കാര മത്സ്യകൃഷി, അല്ലാതെ ഫിഷ് ടാങ്ക് എല്ലാം ഒന്ന് നോക്കാൻ ട്രൈ ചെയ്ത്. അതിനുള്ള സ്ഥലവും സാഹചര്യമൊക്കെ വേണമെന്നേ ഉള്ളൂ. നോ പ്രോബ്ലം, നമുക്ക് ട്രൈ ചെയ്ത് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നതേ ഉള്ളൂ. ഫിഷ് ടാങ്കൊക്കെ വീട്ടുമുറ്റത്ത് നല്ലതല്ലേ. ഓക്കെ ബൈ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട്, പുതിയ കലാലയ വർഷമൊക്കെ തുടങ്ങി, കുട്ടികളൊക്കെ എല്ലാം ഒന്ന് സെറ്റായി വരുന്നു. എല്ലാവരും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കട്ടെ. പിന്നെ മൺഡേ മുതൽ സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് ഫ്രീ, ബസ് ലേഡീസ് ഓൺലി ആണ് നല്ലത്. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് ഉണവാക്കും. ഇനിവേ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് ആ ലേഡീസ് ബസ്സിൽ ഒന്ന് യൂസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ലേഡീസിന് ഫ്രീ ബസ് ട്രാവൽ കിട്ടുകയാണെങ്കിൽ അവർക്ക് എന്താ ബെനിഫിറ്റ്? കുടുംബത്തിനാണ് ബെനിഫിറ്റ്. അവരാ വണ്ടി കൂലി കൊടുക്കുന്ന പൈസ കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ആപ്പിളോ നട്ട്സോ എന്തെങ്കിലും വാങ്ങും. ആ വാങ്ങുന്നതിനിടയ്ക്ക് ഈ വീട്ടമ്മമാർ, ഈ ഹൗസ് വൈഫ്, ഈ 24 hours വർക്ക് ചെയ്യുന്ന പാർട്ടീസല്ലേ, ഒരു ഭക്ഷണവും നല്ലത് കഴിക്കില്ല, ഒരു റെസ്റ്റും ഇല്ല. അപ്പോൾ അവർ ഒരു ആപ്പിളോ ഒരു നട്ട്സോ ഒക്കെ അതിന്ന് കഴിച്ചാൽ അവർക്കും നല്ലതല്ലേ. അപ്പോൾ അത് സർക്കാർ ചെയ്യുന്ന വലിയൊരു നല്ല കാര്യം. ഒരു കുടുംബത്തിലെ ലേഡീസും കുട്ടികളും നന്നായാൽ ആ കുടുംബം നന്നാകും. ഭർത്താക്കന്മാർക്ക് കുറച്ച് പൈസ ചിലവാക്കിയാൽ മതി ഈ ആശുപത്രിക്കും എല്ലാത്തിനും. അതൊക്കെയാണ് നല്ലൊരു തീരുമാനമാണ്. ഓൾ ദി ബെസ്റ്റ്. ആ കാര്യത്തിന് എല്ലാവിധ ആശംസകളും. ഈ ഭരിക്കുന്നവരെ എല്ലാവരും സഹായിക്കുക, അല്ലാതെ ഒപ്പോസ് ചെയ്യുക, നല്ല കാര്യം വരുമ്പോൾ അതിനെ എതിർക്കുക, അതല്ല ചെയ്യേണ്ടത്. ഭരണ ചുമതല ഉള്ളവർക്കും ധാരാളം പ്രതിസന്ധികളും എല്ലാം ഉണ്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു സഹായവും നല്ല ആയുരാരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
നല്ലവരായ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സെല്ലാം പ്ലീസ് സബ്സ്ക്രൈബേഴ്സ് ആകും. ഞാനിങ്ങനെ ഈ വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല, ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ലീവ് ഇറ്റ്, ഫ്രീ ആയിട്ട് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നടന്ന് ശിഷ്ട റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ഇതിൽ നിന്നും ചിലവർക്കൊക്കെ നല്ല കാര്യങ്ങൾ ടൈം പാസ്സാണ്. അതുകൊണ്ടല്ലേ സബ്സ്ക്രൈബേഴ്സ് 1.K ആയത്. അപ്പം ഇനി ഇത്ര നാൾ ഞാനും ഭയങ്കര ബിസിയായിരുന്നു. ഇനി ഞാൻ നല്ല നല്ല ഉപയോഗമുള്ള യൂസുള്ള പബ്ലിക്സിനും എല്ലാവർക്കും യൂസുള്ള വീഡിയോസ് ഇട്ട് മുമ്പിലോട്ട് വരുന്നത്. അതിന്ന് ക്ലീനിങ് ഡേ ആണ്, ഡ്രൈ ഡേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.